ഞങ്ങൾ ബാട്ടു കേവ്സൊക്കെ കണ്ട് മുരുകനെയൊക്കെ തൊഴുതിന് ശേഷം അടുത്ത് പോകാനുള്ളത് ജെൻറ്റിങ് ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കായിരുന്നു. ഞങ്ങളവിടെ എത്തി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിലാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം എന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള നോക്കിയപ്പോൾ എല്ലാം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ചൈനീസ് ഫുഡൊക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു 7-Eleven കയറി ഫുഡൊക്കെ വാങ്ങിച്ചു. പിന്നെ ക്യൂ ഒരുപാടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10-20 മിനിറ്റോളം നിന്നു. ഇതാണ് കേബിൾ സ്കൈ കാർസ് വരുന്നത് കേട്ടോ. അത് ശരിക്കും നല്ല ഉയരത്തിൽ പോവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. കയറി കഴിഞ്ഞപ്പോൾ അടിപൊളി. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാവർക്കും എല്ലാവരും പോവും. മലേഷ്യ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. ഒന്നാമത് ഇത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ചെറിയ മഴയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാണാനും രസമുണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ചെന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 2 മണി ആവാറായി. ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കട കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് നേരം നടക്കേണ്ടി വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മോളിൽ നിന്ന് അടുത്ത മോൾ അങ്ങനെയായിരുന്നു. സ്പൈസ് ഗാർഡൻ എന്നായിരുന്നു നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ പേര്. ചെന്നപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. പക്ഷെ ഒന്നും നോക്കിയില്ല, കഴിച്ചു. കാരണം നല്ല വിശപ്പായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹലുവ ആയാലും എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. പിന്നെ ഞങ്ങൾ കഴിച്ചത് കഴിഞ്ഞ ശേഷം അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറി കുറച്ച് നാട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഷോപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നടന്നു. ശരിക്കും പറഞ്ഞൊരു മോളാണ്. അതുകൊണ്ട് നമുക്ക് മോളിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഒരുപാട് 7,000 റൂംസുള്ള ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ താമസിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി ഒരുപാടുണ്ട്. പിന്നെ കൂടുതലും കണ്ടവരെല്ലാവരും ചൈനീസുകാരായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു വെക്കേഷൻ സ്പേസൊക്കെ ആയിരിക്കും കേട്ടോ. ഈ മോളിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങിയതിന് ശേഷം തിരിച്ചിറങ്ങി. കാരണം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം 4 മണി വരെ ആയിരുന്നു. കാരണം 4 മണിക്ക് തിരിച്ച് ഡ്രൈവർ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴ. അതുകൊണ്ടൊന്നും തിരിച്ചിറങ്ങിയ സമയത്ത് ഒരുപാട് കാണാൻ പറ്റത്തില്ല. കാരണം ഒരു മഞ്ഞ് മൂടി മൊത്തം കാണാൻ പറ്റാത്ത രീതിയിലായി. ഈ